അഫ്സലെ കള്ളത്തരങ്ങളെല്ലാം പുറത്തായിട്ടുണ്ട്. നീ എയർപോർട്ടിൽ പോയ കാര്യം നീ എന്തുകൊണ്ട് നീ എൻ്റെ അടുത്ത് പറഞ്ഞില്ല? ഇതിപ്പോൾ കാണിക്കുന്ന ഫുള്ള് ഡ്രാമയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇനി ഒരിക്കലും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. പബ്ലിക്കിനെ ഒരിക്കലും നമുക്ക് പൊട്ടന്മാരാക്കാൻ പറ്റത്തില്ല. നീ എങ്കിൽ പിന്നെ എന്തിനായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റൊക്കെ ഇട്ടത്? അത് എനിക്കിനി ഇത് ഒരിക്കലും മറച്ചു വയ്ക്കാൻ പറ്റത്തില്ല. ഞാൻ ഉള്ള കാര്യം പറയാം. എനിക്കിനി ഇത് ഒരിക്കലും പറ്റത്തില്ല. ഞാൻ മാക്സിമം പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കാണിച്ചതിനകത്തോട്ട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. കുറച്ച് നേരമായിട്ട് നിങ്ങൾ കേൾക്കുന്ന ഒരു ന്യൂസ് ആയിരിക്കും, അഫ്സൽ ഈ പറയുന്ന ജാസ്മിൻ്റെ ഫാമിലിയെ എയർപോർട്ടിൽ കൊണ്ടാക്കി. അപ്പോൾ എന്തിനു കൊണ്ടാക്കി എന്നുള്ളൊരു ചോദ്യം എല്ലാവർക്കും ഉണ്ട്. കാര്യം എന്തിനങ്ങനെ ചെയ്യേണ്ട കാര്യം? കാര്യം ഞാൻ അറിഞ്ഞിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്സൽ സുഖമില്ലാതെ കിടന്നിട്ട് വണ്ടി ഓടിച്ച് 1.5 മണിക്കൂർ പോയി അവരുടെ വീട്ടിൽ നിന്ന് അവരെയും വിളിച്ചുകൊണ്ട് നേരെ എയർപോർട്ടിൽ കൊണ്ടാക്കി എന്നാണ് ഞാൻ അറിഞ്ഞത്. അവന് ഒട്ടും വയ്യാഞ്ഞിട്ട്. അവൻ എന്തിനങ്ങനെ ചെയ്യണം? നിങ്ങൾ പറ, എന്തിനങ്ങനെ ചെയ്യണം? എല്ലാവരെയും പറ്റിക്കുമല്ലേ അവനങ്ങനെ ചെയ്യാൻ കൊള്ളാമോ എന്നൊക്കെ ആയിരിക്കും നീയൊക്കെ ചിന്തിക്കുന്നത്. എൻ്റെ പൊന്നെ, നിനക്കൊന്നും ഇത്രയും ബുദ്ധിയില്ലെന്ന് അറിയുന്നത്. നീക്ക് എന്തിനാണ് എന്നെ വന്ന് ചീത്ത വിളിക്കുന്നത്? എൻ്റെ പൊന്നോ, ഞാൻ എന്തായാലും ഈ ഒരു കാര്യം എനിക്ക് ഓൾറെഡി അറിയാവുന്നൊരു കേസാണ്. എന്തിനാണ് അഫ്സൽ എയർപോർട്ടിൽ പോയെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചോദ്യം കാണും. അതിനൊരു ആൻസർ ഞാൻ തരാം. അഫ്സലിനെ ഈ പറയുന്ന ജാസ്മിനുമായിട്ടാണ് പ്രശ്നം. അഫ്സലിനെ ഒരിക്കലും വാപ്പയായിട്ടോ ഉമ്മയായിട്ടോ ഒരു പ്രശ്നമില്ല. പിന്നെ ഇവൻ അവിടുന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് പോയി പുനലൂര് പോയി അവരെയും വിളിച്ചുകൊണ്ട് എയർപോർട്ടിൽ കൊണ്ടാക്കുക എന്തോന്നടേ? ആരെ ഇതൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവൻ ഇതൊന്നും മനസ്സിലാവാതെ അറിയാത്തൊരു കേസാണ്. എയർപോർട്ടിൽ അവൻ പോയി. അവരവിടെ ചെല്ലുന്നപ്പോഴത്തേക്ക് കാര്യം അഫ്സലിന്റെ സ്ഥലവും ട്രിവാൻഡ്രത്ത് തന്നെയാണ്. അപ്പോഴത്തേക്ക് എയർപോർട്ടിൽ ചെന്ന സമയത്ത് ഈ പറയുന്ന ജാസ്മിന്റെ വാപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ പോയി, അവരെ കണ്ടു. അവർ സന്തോഷമായിട്ട് എന്തുകൊണ്ട് സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് അവർ പോയി. അല്ലാതെ അവൻ അവിടെ ചെന്നിട്ട് എൻ്റെ ജാസ്മോളെ കത്തണേ, എൻ്റെ ജാസ്മോക്ക് തിരക്കിയെന്ന് പറയണേ, അല്ലാതെ വിശേഷം അന്വേഷിക്കാനും എടുക്കാനൊന്നുമല്ല. അവൻ അവരുടെ ഉമ്മയെടുത്തും ബാപ്പയെടുത്തും ഒരു റെസ്പെക്റ്റ് ഉണ്ട്. അവൻ അവരുടെ അടുത്ത് പോയി സംസാരിച്ചു, അവരവരുടെ കാര്യം നോക്കി അവർ പോയി. ഇതാണ് നടന്ന ഒരു സംഭവം. അതിന് എന്തെല്ലാം സംഭവങ്ങൾ കേൾക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ താഴെ വന്നിരുന്ന ഡ്രാമയാണ്, മറ്റേതാണ്, നിങ്ങളെല്ലാവരും കൂടെ പ്ലാൻ ചെയ്തതാണ്. പോരാത്തതിന് എനിക്ക് ഊരത്തെറി. ഹിന്ദു നടയത്, നിനക്കൊന്നും ഒരു വിവരമില്ലേ? എന്നെ എന്തിനാണ് വന്ന് നീയൊക്കെ ചീത്ത വിളിക്കുന്നത്? അല്ല എനിക്ക് മനസ്സിലാവാത്തത്. എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡൗട്ട് കാണും. അതിനകത്ത് ജാസ്മിൻ്റെ വാപ്പ ചെന്നപ്പം ഈ ടെഡി ബിയർ ആര് കൊടുത്തു വിട്ടേന്നറിയാവോ? പിന്നെ അഫ്സൽ പുറത്തിങ്ങനെ കാത്തിരിപ്പുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു, എടുക്കുന്നു എന്നൊക്കെ നിങ്ങൾ കണ്ടു കാണും. ഞാനും കണ്ടതാണ്. പക്ഷേ എനിക്ക് അതിനകത്ത് തോന്നിയൊരു കാര്യം എൻ്റെ ഒരു രീതിയിൽ ഞാൻ പറയാം. നിലവിൽ അവൻ്റെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ പറ്റിയിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അവരുടെ പേരൻസിന് ഈ പറയുന്ന മകളെ പറ്റിയിട്ട് നല്ല രീതിയിലുള്ളൊരു കൺസേൺ കാണും. എൻ്റെ മകളാണ്, എൻ്റെ മകൾ ഇനി അതിനകത്ത് നിൽക്കുന്ന ദിവസത്തോളം നല്ല രീതിയിലേ വരാമെന്ന് ഏതൊരു അമ്മയും അച്ഛനും ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അവർ അതിൻ്റെ ബേസിസിൽ സംസാരിച്ചായിരിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ആ ടെഡി ബിയറും കാര്യങ്ങളൊക്കെ മാർച്ച് 8 കൊടുത്ത സാധനമാണത്. നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ അവനിപ്പം കൊടുത്തു വിട്ടതോ അങ്ങനെയുള്ള സംഭവമൊന്നും അല്ല. അതൊക്കെ മാർച്ച് 8 കയറ്റി വിട്ട് അത് അവളുമായിട്ട് ഒരുമിച്ചിരുന്നെങ്ങാണ്ടാണ് അവർ രണ്ടുപേരും പാക്ക് ചെയ്തിട്ട് കയറ്റി വിട്ടത്. അല്ലാതെ ഈ പറയുന്ന പോലെ ഇപ്പം കൊടുത്തു വിട്ട് ഈ പറയുന്ന എയർപോർട്ടിൽ കൊണ്ടുപോയി കൊടുത്തു വിട്ട് അങ്ങനെയൊന്നും അല്ല. അവൻ്റെ കാര്യങ്ങളും ഈ പറയുന്ന ജാസ്മിൻ്റെ കാര്യങ്ങളും അവരുടെ ഫ്യൂച്ചർ ലൈഫിനെ പറ്റിയിട്ടും അവരായിട്ട് തന്നെ ഒരു പക്ഷേ ജാസ്മിൻ വരുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ള റിപ്ലൈ തരും. കാര്യം നിലവിലത്തെ സാഹചര്യത്തിൽ ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ ഒരാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് എൻ്റെ ഒരു പേഴ്സണൽ ക്വസ്റ്റ്യനാണ്. എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? ഇത്രയും അവിടെ കിടന്ന് കാണിച്ച് കൂട്ടിയിട്ട് ഇനി അത് അക്സെപ്റ്റ് ചെയ്യണം? ഇന്നലെ വരെ ഗബ്രിയുടെ ഫോട്ടോ നോക്കിയിട്ട് എന്നോടാ നിനക്ക് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നിട്ട് ഇന്ന് പെട്ടെന്ന് ടെഡി ബിയറിലോട്ട് സ്വിച്ച് ചെയ്തിട്ട് ടെഡി ബിയർ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് ഇതാക്കെന്ന് പറയുമ്പം അതൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല. ചോറ് കൊണ്ടുവന്ന മനുഷ്യന്മാരാ. ഇത് കാണുന്നവരാരും പൊട്ടന്മാരല്ല. പിന്നെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞത് ജാഫറൊക്കെയും അവരുടെ ഉമ്മയും ചെയ്തത് നല്ല പ്രവൃത്തിയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ഒരിക്കലും നമ്മൾ അവരുടെ ഫാമിലിയെ കുറ്റം പറയാൻ പറ്റത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അഫ്സൽ അവരുടെ ഫാമിലിയായിട്ട് യാതൊരു ഇഷ്യൂസും ഇല്ല. വാപ്പയായിട്ടും ഉമ്മയായിട്ടൊന്നും ഒരു പ്രശ്നവും ഇല്ല. അവരെന്ത് തെറ്റ് ചെയ്ത്? അവർ ഈ ഒരു വിഷയത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവരെ ഏറ്റവും കൂടുതൽ നാണം കെടുത്തിയത് ഇവളാണ്. അതിനകത്ത് പോയി കാണിച്ചു കൂട്ടിയ പ്രവൃത്തിയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്തിട്ടുള്ള സംഭവം. അല്ലാതെ ഈ പറയുന്ന അഫ്സലുമായിട്ട് അവർക്ക് യാതൊരു ഇഷ്യൂസും ഇല്ല. അവരുടെ പോയി കണ്ടു, സംസാരിച്ചു, അവരവരുടെ കാര്യം നോക്കിയിട്ട് അവർ പോയി. അന്ന് രാത്രി തന്നെ എനിക്ക് തോന്നുന്നു അവർ തിരിച്ചു വന്നെന്ന് തോന്നുന്നു, മറ്റേ ബി കയറിയിട്ട്. അപ്പം ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ആൾക്കാർക്ക് എല്ലാവർക്കും ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണും. അപ്പം ഞാൻ എന്തായാലും ആ ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നമുക്ക് കേൾക്കാം. ഞാൻ ഇവിടെ മൂപ്പൻ്റെ വീഡിയോ ഞാൻ വയ്ക്കാം. ശരത് ബ്രോ കുറേ ക്വസ്റ്റ്യൻസ് ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഓരോന്നായിട്ടൊന്ന് കേട്ട് നോക്കാം. ഈ പറയുന്ന അഫ്സൽ തന്നെ തള്ളി പറഞ്ഞുകൊണ്ട് എന്നെ നാണം കെടുത്തുന്നു, ജോക്കറാക്കുന്നു, കളിയാക്കുന്നു,
ഞാൻ അതുകൊണ്ട് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇത് എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കുന്നു പുള്ളി തന്നെ പോസ്റ്റ് ഇട്ട കാര്യം ഞാനടക്കം വീഡിയോ ചെയ്ത കാര്യമാണ്. എന്നാൽ ഇന്നറിയുന്നു അതിനൊക്കെ വിരുദ്ധമായ കാര്യം. അതായത് ഇന്നിപ്പോ റസ്മിനോട് പറയുന്ന ഒരു കാര്യത്തിന്റെ അകത്ത് വ്യക്തമായി വരുന്നു, അവിടെ വയ്യാതിരുന്നിട്ടും അവിടെ ഈ എയർപോർട്ടിലേക്ക് കൊണ്ടുവിട്ടത് ഈ പറയുന്ന അഫ്സലാണെന്നാണ് പറയുന്നത്. ആ അഫ്സൽ എന്നുള്ള പേര് നിങ്ങൾ സൂക്ഷിച്ച് മനസ്സിലാക്കാൻ പറ്റും, അവിടെ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതെ, അത് ഫുള്ള് മ്യൂട്ട് ചെയ്തിട്ടാണ്. ലൈവിന്റെ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, എല്ലാം മ്യൂട്ട് ചെയ്തിട്ടാണ് പരിപാടികൾ. കാര്യം കുറേ കാര്യങ്ങൾ അതിനകത്ത് കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഞാൻ ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ കണ്ടേക്കുന്ന സാധനങ്ങൾ മാത്രമല്ല, അവർക്കറിയാം പുറത്ത് എന്താണ് വരേണ്ടതെന്ന് നോക്കിയിട്ടാണ് അവർ കുറേ കാര്യങ്ങൾ പുറത്ത് വിട്ടിരിക്കുന്നത്. അപ്പോൾ റസ്മിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം അവരുടെ വീട്ടുകാർ പറഞ്ഞ കാര്യം തന്നെയാണ് അവൾ പറഞ്ഞത്. റസ്മിൻ്റെ അടുത്ത് പറഞ്ഞ് അഫ്സലാക്കൊക്കെ സുഖമില്ലാഞ്ഞിട്ടും എയർപോർട്ടിൽ കൊണ്ടുവിട്ടതും അങ്ങനല്ല സംഭവം. ഞാൻ എടുത്തു പറയുന്നു, അഫ്സൽ അവരവിടെ ചെന്നപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു. അഫ്സൽ അവിടെ അവൻ്റെ സ്ഥലം അവിടെ ട്രിവാൻഡ്രത്ത്, അവൻ നേരെ പോയി അവരെ കണ്ടു. നല്ല രീതിയിലൊക്കെ ഇരിക്കും, മോനെ സുഖമായിട്ടൊക്കെ ഇരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ് കൈ കൊടുത്തു പിരിഞ്ഞു. ഇത്രയും സംഭവങ്ങളാണ് നടന്നത്. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ ഒരു പോസ്റ്റ് ഇട്ട് എന്നിട്ട് പിന്നെ നാട്ടുകാരെ മൊത്തം പറ്റിച്ച് പറയുന്ന ഗബ്രി ഔട്ടായപ്പോഴേ ട്രാക്ക് മാറ്റി പിടിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമാണെന്ന് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ചിന്ത വരും. പക്ഷെ നിങ്ങളെല്ലാവരും കംപ്ലീറ്റ്ലി മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കുക. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അഫ്സലിന്റെ സൈഡിൽ നിന്നുള്ള കാര്യമാണ്. അവിടെ അകത്തേക്ക് കയറിയിട്ടുള്ള വാപ്പയും ഉമ്മയും അവരുടേതായിട്ടുള്ള റോളുകൾ വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തു. അകത്തേക്ക് കൊണ്ടുപോയത് തുടക്കത്തിൽ തന്നെ ടെഡി ബിയറിനെ കൊണ്ടുപോകുന്നു. ഇതാര് തന്നതാണെന്ന് അറിയാമോ എന്നുള്ള കാര്യം ചോദിക്കുന്നു. എന്നാൽ ആ ടെഡി ബിയറിന് വലിയ ഇതായിട്ട് കൊടുക്കുന്നില്ല, ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാതെ ഈ പ്രസ്തുത കണ്ടസ്റ്റന്റ് നടക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും. നിങ്ങളും ഞാനും ഒക്കെ അല്ലെങ്കിൽ ഈ കാണുന്ന പ്രേക്ഷകരെയൊക്കെ മണ്ടന്മാരാക്കുന്നു എന്നുള്ള കാര്യമാണ്. ഇവിടെ സ്ക്രിപ്റ്റ് ഇല്ല എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിന്റെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ഉള്ള സ്ക്രിപ്റ്റിന്റെ ഏറ്റവും ടെംപ്ലേറ്റ് മൊത്തം മാറ്റുന്ന ഒരു നറേഷനാണ് ഇന്നത്തെ ദിവസത്തെ എപ്പിസോഡ് ലൈവിൽ നിങ്ങൾ കണ്ടിട്ടുള്ളത്. അവിടെ റസ്മിനോട് പറയുന്ന ഒരു കാര്യം, ഈ വയ്യാതിരുന്ന ആ വ്യക്തി കൊണ്ടിട്ടു. അപ്പോഴാണ് എനിക്ക് ചോദിക്കാനുള്ളത്, ആ വ്യക്തിയുടെ ഇതിനകത്തുള്ള കോൺട്രിബ്യൂഷൻ എന്താണ്? ഒരു കോൺട്രിബ്യൂഷനും ഇല്ല. ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരു പെണ്ണ് ഇങ്ങനെയൊക്കെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കാണിക്കുമ്പം അവന് തോന്നുന്ന ഒരു ഇമോഷൻ ഫീലിങ്സ്, അവന്റെ മനസ്സിൽ തോന്നുന്ന ഒരു കുറച്ച് ഫീലിങ്സ് ഉണ്ടല്ലോ. അവനും ഈ പറയുന്ന സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം ഉള്ളതാണ്. അതാണ് അവൻ ഈ കാണിച്ചതും അവൻ ആ പോസ്റ്റിലൂടെ നിങ്ങൾ കണ്ടതും എല്ലാം അവന്റെ വിഷമമാണ് കണ്ടത്. അവൻ നിങ്ങളാരും പറ്റിക്കാനോ എടുക്കേണ്ട കാര്യമില്ല. പിന്നെ വേറെ കുറെ ഊളകൾ പറയുന്നത് ഞാൻ കണ്ട്, 50 ലക്ഷം രൂപ മോഹിച്ചിട്ടാണ് അവൻ ഈ പരിപാടിയൊക്കെ എന്നിട്ട് ചെയ്യുന്നതെന്ന്. അവൻ നല്ല ഒന്നാന്തരം കുടുംബത്തിലെ, അവന് നിന്റെ ഈ പറയുന്ന 50 ലക്ഷമോ കാര്യങ്ങളോ ഒന്നും അവന് വേണ്ട. അവന് അത്യാവശ്യം നല്ല ജോലിയുണ്ട്. നിനക്കൊന്നും നാണോ മാനോ ഇല്ലയോ വന്നിരുന്നത് 50 ലക്ഷം ഒന്നും പറഞ്ഞത്. നീയൊക്കെ ആദ്യമേ അത് പറയണ്ട, വേറൊരാളുടെ അടുത്താണ് പറയണ്ട. ആ ആരായിരിക്കും നിങ്ങൾക്ക് അറിയാമല്ലോ. അയാളുടെ അടുത്ത് സംസാരിക്കുക. അവരുടെ അടുത്ത് സംസാരിക്കുന്നതിന് മുന്നേ അവരുടെ അടുത്താണ് സംസാരിക്കേണ്ടത്. അല്ലാതെ ഈ ഒരു ഡയലോഗ് ഒന്നും വന്നിരുന്ന് അടിക്കാതിരിക്കാൻ നോക്കുക, അവൻ്റെ കാര്യം നോക്കി പോവുക. അവളുടെ പൈസയോ അവളുടെ ഫെയിമോ കണ്ടിട്ട് ഇവനെന്തിനാണ് അവളുടെ പുറകെ പോകേണ്ട കാര്യം? എൻ്റെ അറിവിൽ അവൻ പുറകെ പോയിട്ടില്ല. എനിക്കങ്ങനെയാണ് എനിക്കറിയാം, എൻ്റെ അറിവില്ല. പിന്നെ BB ഹൗസിനകത്ത് ഭയങ്കര സ്ക്രിപ്റ്റായിട്ട് ഇതാന്നൊക്കെ മൂപ്പൻ ഇതിനകത്ത് സംസാരിച്ചു. ശരിയാണ്, നമുക്ക് എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പം ജാസ്മിന് വേണ്ടി ഒരു സ്പെഷ്യൽ എപ്പിസോഡ് പ്രത്യേക പ്രയോറിറ്റി അവരുടെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒക്കെ കൊടുക്കുന്ന പോലൊക്കെ തോന്നുന്നു. ചെന്ന് കയറി ഉടനെ ഇതൊക്കെ എടുത്ത് മാറ്റുന്ന ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ഡൗട്ട് അടിക്കും, എന്തുവാണ് ഇവരിങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമാണ്. അത് ഞാനൊരു കാര്യം പറയാം, എനിക്ക് മനസ്സിലായ അവളുടെ വാപ്പ എനിക്കറിയാവുന്നതാണ്. അപ്പോൾ ആ പുള്ളിക്കാരൻ എൻ്റെ ഒരു ക്യാരക്ടറാണത്. ആ പുള്ളിയുടെ ഒരു ഫുൾ ക്യാരക്ടർ അതിനകത്ത് കാണിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങേറെ റിയൽ സ്വഭാവം വെച്ചിട്ട് അത് വലിച്ചു കീറിയായിരുന്നു കൊടുക്കേണ്ടത്. വലിച്ചു കീറുകയും ചെയ്യും, അവളെ ചെപ്പ കുറ്റിക്കിടണോ കൊടുക്കുകയും ചെയ്യും. അതാണ് പുള്ളിയുടെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ. അല്ലാതെ ഈ പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് മോളെ നീ ഇങ്ങനെ ഒന്നും കാണിക്കല്ലേ, നീ മുത്ത് എന്നൊക്കെ അങ്ങനൊന്നും അല്ല. പുള്ളി മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളാണ് പുള്ളി അതിനകത്ത് നിന്ന് ചെയ്തത്. അല്ലാതെ ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് പുള്ളിക്കാരന് ഒരു സ്ക്രിപ്റ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. ആഫ്റ്റർ ഓൾ അവരുടെ മകളാണ്. അവരുടെ മകളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അവരതിൻ്റെ മാക്സിമം അവർ ശ്രമിക്കും. അവരിനിയിപ്പം എന്തോ പറയണ്ടേ, ഗബ്രിയുടെ ഫോട്ടോ വലിച്ചു കീറിയിട്ടായാലും എന്തായി കഴിഞ്ഞാലും അവൾക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ നെക്സ്റ്റ് ലെവൽ സൈബർ ബുള്ളിങ് ആയിട്ടുണ്ട്. അതൊരു പരിധി ഇല്ലാത്ത രീതിയിലായിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഒന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ച് വെളുപ്പിച്ചെടുക്കണ്ടേ? നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. ഇത് കൊണ്ടുവിട്ട ആ വ്യക്തി, ഈ പ്രസ്തുത വ്യക്തി അവിടെ കണ്ടിട്ടുണ്ട്, ഇവരെ എയർപോർട്ടിൽ കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യവും മറ്റൊരു ബിഗ് ബോസിന്റെ ഒരു താരം, ഒരു പ്രമുഖ പഴയകാല ബിഗ് ബോസിന്റെ ഒരു താരവും കൂടെ ഈ വ്യക്തിയോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെയാണ് ഞാൻ അറിയുന്നത്. ഓക്കെ, അപ്പം എനിക്ക് അറിയാനുള്ളത് ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ നാടകം കളിച്ചതെന്നാണ്. ഓക്കെ, എന്തിനാണ് ഇങ്ങനെ സ്റ്റോറികൾ ഇട്ട് ഞാൻ തള്ളി പറയുന്നു, ഇന്നത്തോടുകൂടി സംഭവം തീർന്നു എന്നൊക്കെ അഫ്സൽ പറയുന്നു. എന്നിട്ട്
ഈ ഒന്നും വേണ്ട, താല്പര്യമില്ല എന്നുള്ള സംഭവത്തിന്റെ അകത്ത് അവരെ എന്തിനാണ് കാണാൻ അവിടേക്ക് പോകേണ്ടുന്ന സാഹചര്യം? പക്ഷേ അവിടെയാണ് ഈ മുളച്ചു നിൽക്കുന്ന ക്വസ്റ്റ്യൻ. ഗബ്രിയലിന്റെ ആ ഒരു ഡ്രാമയുടെ ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് ഹാഫിലേക്ക് വീണ്ടും അവിടെ എൻട്രി ആവുന്നത് ഇനി അഫ്സലാണോ? ഇതാണ് എല്ലാവരുടെയും ചോദ്യം. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് ഇനി അഫ്സൽ വെച്ചിട്ടുള്ള പരിപാടിയാണോ? പിന്നെ എല്ലാവർക്കും ഒരു ചിന്തയാണ്, അഫ്സൽ എന്താ പറയുക, ഭയങ്കരമായിട്ട് മോഡേൺ ചിന്താഗതിയുള്ള ആളാണ്, കെട്ടിപ്പിടിച്ചിരുന്ന് കഴിഞ്ഞാലും എടുത്താലും ഒന്നും അഫ്സലിന് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാർ കാണും. അതൊക്കെ നിന്റെ വേറെ തോന്നലാണ്. ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ ആർക്കായാലും കൊള്ളും. അവനത് നല്ല രീതിയിൽ കൊണ്ടിട്ടുമുണ്ട്. അവൻ ഏതൊക്കെ രീതികളിൽ കൊണ്ടിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ട് അവൻ്റെ പോസ്റ്റിനകത്തൊക്കെ ഓരോ കാര്യങ്ങളിനകത്ത് അവൻ വ്യക്തമായിട്ട് അവൻ അതെടുത്ത് മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട്. ഇതിപ്പോൾ ഇപ്പോഴും വിചാരിച്ചിരിക്കണത് അവനിത് അറിഞ്ഞു വെച്ചുകൊണ്ട് ചെയ്തൊരു പരിപാടിയായിട്ടാണ് എല്ലാവരും പറയണത്. ഞാനത് എടുത്തു പറയുന്നത്, ഇത് അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്തൊരു പരിപാടിയല്ല. അവൻ ഈ പറയുന്ന പോലെ എന്തിനവൻ പോയി എന്നുള്ളൊരു ചോദ്യമാണ്. കാര്യം അവളുടെ വാപ്പയും ഉമ്മയും അവൻ്റെ അടുത്ത് എന്ത് തെറ്റ് ചെയ്തു? അല്ല അവൻ അവരുടെ അടുത്ത് എന്ത് തെറ്റ് ചെയ്തു? അവൻ അവരെ പോയി കണ്ടെന്നും പറഞ്ഞിട്ട് എന്താണ് കുഴപ്പം? അല്ല അവൻ വിളിച്ചെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ എന്താണ് തെറ്റ്? അതൊന്നും എനിക്കൊരു വലിയ തെറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അവളുമായിട്ട് അവന് താല്പര്യമില്ലെങ്കിൽ ഓക്കെ, തീർന്ന് ഖലാസ്, അത്രയേ ഉള്ളൂ. പക്ഷേ അവള് ഷോയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അവൻ്റേതായിട്ടുള്ള ഒരു സ്പേസിൽ കുറേ കാര്യങ്ങൾ അവന് ക്ലിയർ ചെയ്യാനുണ്ട്. ആ പെണ്ണിൻ്റെ അടുത്ത് ഇരുന്ന് സംസാരിക്കാനുണ്ട് കുറേ കാര്യങ്ങൾ. ഇന്ന് പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ തന്നെ അതിനകത്ത് ജാസ്മിൻ പറയുന്നുണ്ട്, എന്തോ ഞാൻ ഒരുപാട് വിശ്വസ്തിയാണ് എടുത്തതെന്നൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ പറയുമ്പോൾ കുറേ കാര്യങ്ങൾ കട്ട് ചെയ്തും കളയുന്നുണ്ട്. അപ്പം ഇതിനി എപ്പിസോഡിൽ വരുമെന്ന് എനിക്കറിയത്തില്ല. നമുക്കിനി എപ്പിസോഡിനകത്ത് ഇനി എന്തൊക്കെ കാണുമെന്ന് നമുക്കിനി കണ്ടറിയാം. ഇപ്പം ഇതൊന്നും ഒരിക്കലും ഡ്രാമയോ ആരെയും പറ്റിക്കാനോ അങ്ങനെയുള്ളൊരു സംഭവമേ അല്ല. നിങ്ങളൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി റോങ് ആണ്. അവൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കാരണവശാലും ഈ പറയുന്ന പോലെ തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോയി അവരെ വിളിച്ചുകൊണ്ട് വരി അടിക്കുന്നതല്ല. അവരെ ചെന്ന് കണ്ടു, പറഞ്ഞു, കൈ കൊടുത്തു, ടാറ്റ ബൈ ബൈ, അവർ പോയി വന്നു. ഇത്രയും നടന്നിട്ടുള്ളൂ. അല്ലെന്ന് അവർക്കും പറയാൻ പറ്റത്തില്ല. ഞാൻ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അവരുടെ വീട്ടുകാർ പറയട്ടെ, അത്രേ പറയത്തുള്ളൂ. ഇത്രയും മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ. അതിനെന്തിനാണ് വീണ്ടും അവൻ ഡ്രാമ കളിക്കുന്നത്, അവൻ ചെയ്യുന്ന ഇതാണ്, എന്തൊക്കെ കേൾക്കണം എന്നൊന്ന് ആലോചിക്കണം അല്ലേ? അതിൻ്റെ കൂട്ടത്തിൽ എന്നെയും തെറി വിളിക്കുന്നത്. മുല്ലപ്പൂ ഫാൻസ് വീണ്ടും ഭയങ്കര പൂർവാധികം ശക്തിയായിട്ട് തിരിച്ചു കയറി വന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ ഗബ്രിയുടെ ഫാൻസൊക്കെ വന്ന് അഫ്സലിനെ ചീത്ത വിളിച്ചിട്ട് പോസ്റ്റ് ഇടുന്നു, ഈ ജാസ്മിൻ്റെ വീട്ടുകാരെ ചീത്ത വിളിച്ചിട്ട് പോസ്റ്റ് ഇടുന്നു. എന്തോന്നടെ ഇതൊക്കെ? ഇതിനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇതിനൊക്കെ ഭ്രാന്താന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പം ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള മുല്ലപ്പൂ ഫാൻസിൻ്റെ അഭിപ്രായങ്ങളും വേറെ നല്ലവരായിട്ടുള്ള കുറേ ആൾക്കാരുടെ അഭിപ്രായങ്ങളും എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.